വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി നൌഷാദ് ബംഗളൂരുവിൽ പിടിയിൽ. വിദേശത്തായിരുന്ന നൌഷാദ് ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയതിന് പിന്നാലെ ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവയ്ക്കുകയായിരുന്നു. കോഴിക്കോട് നിന്നുള്ള അന്വേഷണ സംഘം ബംഗളൂരുവിലെത്തി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും. രണ്ടു മാസത്തെ വിസിറ്റിംഗ് വിസയിൽ വിദേശത്തേക്ക് പോയ നൌഷാദിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയ നൌഷാദിനെ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെച്ചത്. നൌഷാദിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതോടെ കേസിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. ഇതിനുശേഷമാകും നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക. കേസിൽ 2 സ്ത്രീകൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഇവരുടെ പങ്കും നൌഷാദിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. സുൽത്താൻ ബത്തേരിയിലെ വീട്ടിൽ വെച്ച് നൌഷാദും സംഘവും ഹേമചന്ദ്രനെ കൊലപ്പെടുത്തി മൃതദേഹം തമിഴ്നാട് ചേരമ്പാടിയിലെ വനത്തിൽ കുഴിച്ചിട്ടെന്നാണ് കേസ്. അതേസമയം സംഭവം കൊലപാതകമല്ലെന്നും ബത്തേരിയിലെ വീട്ടിൽ വെച്ച് ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതെന്നുമാണ് നൌഷാദിന്റെ വാദം. തുടർന്ന് മൃതദേഹം കുഴിച്ചിടുക മാത്രമാണ് ചെയ്തതെന്നും നൌഷാദ് സമൂഹമാധ്യമങ്ങളിലൂടെ അവകാശപ്പെട്ടിരുന്നു. കേസിൽ ജ്യോതിഷ് കുമാർ, അജേഷ്, വൈശാഖ് എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. 1.5 വർഷം മുൻപ് കോഴിക്കോട്ട് നിന്ന് കാണാതായ ഹേമചന്ദ്രന്റെ മൃതദേഹം ജൂൺ 28-നാണ് ചേരമ്പാടി വനമേഖലയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് പ്രതികൾ ഹേമചന്ദ്രനെ കൊന്നു കുഴിച്ചു മൂടിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ന്യൂസ് മലയാളം, കോഴിക്കോട്.